ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് പഠിച്ചിരുന്നു. രണ്ട് ഫോഴ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിയും ക്യൂവും രണ്ട് ഫോഴ്സൊക്കെ ആക്കിയിട്ട് പാരലലോഗ്രാം ലോ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ഡയഗണൽ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. പി ആൻഡ് ക്യൂ ആർ ടു ഫോഴ്സസ്. അപ്പോൾ പിയും ക്യൂവും രണ്ട് ഫോഴ്സാണ്. അപ്പോൾ പിയും ക്യൂ എന്താണ്? രണ്ട് ഫോഴ്സുമാണ്. അപ്പോൾ ഫോഴ്സ് നമുക്കറിയാം വെക്ടറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പാരലലോഗ്രാം വരച്ചു. അപ്പോൾ അതൊരു പാരലലോഗ്രാം ആണ്. കാരണം ഈ വശവും എന്താണ്? പാരലലാണ്. അതേപോലെ ഇതും പാരലലാണ്. അപ്പോൾ അത് നമുക്ക് എന്തായി? പാരലലോഗ്രാം ആയി. ഓക്കെ, അപ്പോൾ പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് അനുസരിച്ച് ഈ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ എടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയഗണൽ. ആ ഡയഗണൽ എന്തായിരിക്കും? ഇവയുടെ റിസൾട്ടൻ്റ് ആയിരിക്കും. എന്തായിരിക്കും? റിസൾട്ടൻ്റ്. അപ്പോൾ റിസൾട്ടൻ്റ് ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി പ്ലസ് ക്യൂ ആയിരിക്കും. അപ്പോൾ വെക്ടറാണ്. ഒക്കേൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? വെക്ടറിൻ്റെ ചിഹ്നം. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഇതാണ് എന്ത്? പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് വെച്ചിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ് ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? ഇവിടെ നോക്കിക്കോളൂ. എന്തിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ? രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെക്ടറാണ്. അപ്പോൾ അതിന് എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പാരലലോഗ്രാം ലോ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സുകൾ എടുക്കാം. ഇവിടെ ശ്രദ്ധിക്കാം. പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂ ആർ ടു ഫോഴ്സസ്. ഓക്കെ, പി ആൻഡ് ക്യൂ ആർ ടു ഫോഴ്സസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത് പാരലലോഗ്രാം ആയി. ഓക്കെ, ഇനി അതിൻ്റെ ഡയഗണൽ വരയ്ക്കാം. ഇതാണ് ഡയഗണൽ. അപ്പോൾ വെക്ടറാണ്. അപ്പോൾ വെക്ടറിൻ്റെ ചിഹ്നം ആരോ മാർക്ക് ഇടുക. ഈ ഡയഗണൽ എന്തായിരിക്കും? പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും. ഈ റിസൾട്ടൻറ്റിൻ്റെ എന്ത് കാണണം? മാഗ്നിറ്റ്യൂഡും കാണണം, ഡയറക്ഷനും കാണണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് കാണാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ലൈന് നമ്മളൊന്ന് നീട്ടി വരയ്ക്കണം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു നോർമൽ വരയ്ക്കാം. നോർമൽ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി. ഇനി ഇതിന് പേര് കൊടുക്കുക. ഇവിടുന്ന് ഒറിജിനൽ O, ദിസ് ഈസ് A, ദിസ് ഈസ് B, ദെൻ C ആൻഡ് D. ഇനി ഇവിടെ ഉള്ള ഈ ആംഗിൾ ഇതാ പിൻ്റെയും ക്യൂവിൻ്റെയും ഇടയിലുള്ള മൊത്തം ആംഗിൾ തീറ്റ. ശ്രദ്ധിക്കണം, പിൻ്റെയും ക്യൂവിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റ. ദെൻ പിൻ്റെയും ആറിൻ്റെയും ഇടയിലുള്ള ആംഗിൾ ആൽഫ. ആൽഫ എന്നുള്ള ചിഹ്നം എന്താണ്? ഏതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്? പിൻ്റെയും ആറിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ഏത്? ആൽഫ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടുന്ന് നമ്മളൊരു ലൈൻ നീട്ടുന്നു. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സിന്ന് ഒരു നോർമൽ വരയ്ക്കുന്നു. ഓക്കെ, നോർമൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, ദെൻ OA, OB, ദെൻ OC, ദെൻ CD, AD. അപ്പോൾ ആ പാരലലോഗ്രാം ഇങ്ങനെ ആയി. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുക. ആദ്യം നമ്മൾ ഇവിടുന്ന് ഒരു വലിയ ട്രയാങ്കിൾ കിട്ടി നമുക്കിപ്പോൾ. നോക്കിക്കോളൂ, OCD. കണ്ടില്ലേ? ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ OCD. അപ്പോൾ ആ ട്രയാങ്കിൾ നമ്മൾ എടുത്ത് എഴുതുന്നു. ട്രയാങ്കിൾ OCD. അപ്പോൾ ട്രയാങ്കിൾ OCD. ട്രയാങ്കിൾ OCD എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണാണ്.
മട്ടത്രികോണമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏത് തിയറം അപ്ലൈ ചെയ്യാം? പൈതഗോറസ് തിയറം. എന്താണ്? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ കർണം ഏതാണ്? 6 ആണ്. ഓക്കെ, ദെൻ ആർ സ്ക്വയർ അല്ലെങ്കിൽ ഒ സി ആണ് അല്ലേ? 6 എന്ന് പറഞ്ഞാൽ കർണം എന്ന് പറയുന്നത് ഒ സി. അപ്പോൾ ആദ്യം നമുക്ക് ഒ സി എന്ന് എടുക്കാം. ദെൻ ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഒ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. അതായത് കർണത്തിന്റെ സ്ക്വയർ, പാദത്തിന്റെ സ്ക്വയർ പ്ലസ് ലംബത്തിന്റെ സ്ക്വയർ. അപ്പൊ എന്തെഴുതാം? ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഓക്കെ, ഒ സി സ്ക്വയർ ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. അപ്പം ഞാൻ അടുത്ത് നോക്കിക്കോളൂ. ഇവിടെ ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഏതാണ്? ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ എ കൂടെ എന്ത് കൂട്ടിയാൽ മതി? എ ഡി കൂട്ടിയാൽ മതി. മനസ്സിലാവണ്ടോ? അതായത് ഒ എ ഈസ് ഈക്വൽ ടു ഒ ഡി ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഒ ഡി ഈക്വൽ ടു ഒ എ പ്ലസ് എ ഡി. ഒ എ പ്ലസ് എ ഡി. ഓക്കെ, അപ്പോൾ ഈ ഓടിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുക? ഒ എ പ്ലസ് എ ഡി എന്ന് കൊടുക്കുക. അപ്പോൾ ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഒ സി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഓടിക്ക് പകരം ഞാൻ എന്താ കൊടുക്കുന്നത്? ഒ എ പ്ലസ് എ ഡി. അപ്പം നോക്കിക്കോളൂ, ഒ ഡി സ്ക്വയർ ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഒ എ പ്ലസ് എ ഡി ഹോൾ സ്ക്വയർ. ഈ സ്ക്വയർ ആണ് ഇടുന്നത്. ഓടിക്ക് പകരം ഒ എ പ്ലസ് എ ഡി എന്ന് കൊടുത്തു. പ്ലസ് എന്ത് കൊടുക്കുക? ഈ ബാക്കിയുള്ള ഒരു സാധനം കൂടി ഇല്ല. ഏതാണ്? സി ഡി സ്ക്വയർ. ഓക്കെ, ഏതാണ്? സി ഡി സ്ക്വയർ. അപ്പോൾ ഒ സി സ്ക്വയർ ഈക്വൽ ടു എന്താ എഴുതാം? ഒ എ സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഇനി ഇവിടെ നോക്കിക്കോളൂ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, എന്താണ്? എഴുതി തരാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ ദെൻ 2a ഇൻറ്റു ബി 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അത് ഇവിടെ കൊടുക്കുക. ഇതിൽ അപ്ലൈ ചെയ്യാം. എന്തിന്? ഒ എ പ്ലസ് എ ഡി സ്ക്വയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു therefore ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എങ്ങനെ മാറും? ഒ എ പ്ലസ് എ ഡി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ ദാറ്റ് ഈസ് ഒ എ സ്ക്വയർ പ്ലസ് 2OA ഇൻറ്റു എ ഡി 2OA ഇൻറ്റു എ ഡി. അപ്പോൾ OA ഡോട്ട് എ ഡി ഇൻറ്റു എന്നായി. ഓക്കെ, ദെൻ സി സ്ക്വയർ അല്ല സോറി ബി സ്ക്വയർ. അപ്പോൾ ബി ഇവിടെ ഏതാ? എ ഡി. അപ്പോൾ ബി സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? എ ഡി സ്ക്വയർ. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ആക്കി. ഇനി അത് കഴിഞ്ഞാൽ എന്ത് കൂടി ഉണ്ട്? പ്ലസ് സി ഡി സ്ക്വയറും കൂടി ഉണ്ട്. ഓക്കെ, ദെൻ പ്ലസ് സി ഡി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ അവസാനത്തെ ഈ ടേം നോക്കാം. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. എന്താണ്? എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. അപ്പോൾ ഈ പിക്ചർ നോക്കിക്കേ. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ അല്ലേ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, ഈ ടേം ആണ് കേട്ടോ. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. അപ്പോൾ ഇവിടെ എ ഡി സി ഡി. ഇത് എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്ത് വരണം? അപ്പോൾ കർണത്തിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആവണം അല്ലേ? അപ്പോൾ എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ഈ ട്രയാങ്കിൾ നോക്കുമ്പോൾ എന്തിന് ഈക്വൽ ആവണം? എ സി സ്ക്വയറിന് ഈക്വൽ ആവണം. ഓക്കെ, ആ ലാസ്റ്റത്തെ ടേം ആണ് നോക്കേണ്ടത്. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്തിന് ഈക്വൽ ആവണം? എ സി സ്ക്വയറിന്. അതായത് ഈ ഓക്കെ, അപ്പോൾ ഇവിടെ എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പിക്ചർ നോക്കി അറിയാം. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. അപ്പോൾ ഈ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്താവണം? എ സി സ്ക്വയർ ആവണം. കർണത്തിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആവണ്ടായി. അപ്പോൾ എന്ത് വരും? എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എ സി സ്ക്വയർ എന്ന് എഴുതാം. എന്തെഴുതാം? എ സി സ്ക്വയർ. ഓക്കെ, അപ്പം ഞാൻ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് 2OA ഇൻറ്റു എ ഡി പ്ലസ് ഇതിന് പകരമാണ് എന്ത് കൊടുക്കുന്നത്? എന്ത് കൊടുക്കുന്നത്? എ സി സ്ക്വയർ. അപ്പോൾ എ സി സ്ക്വയർ. ഓക്കെ,
ഇനി നമുക്ക് നോക്കാം ഒ സി എന്ന് പറഞ്ഞാൽ എന്താ 6 ആണ്. ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ എന്ന് പറഞ്ഞാലോ ഒ എ പി അല്ലേ. ഓക്കെ, പി സ്ക്വയർ പ്ലസ് 2 ഒ എ പറഞ്ഞാൽ എന്താണ്, ഒ എ പറഞ്ഞാൽ എന്താണ് പി. അപ്പോൾ പി എ ഡി പറഞ്ഞാലോ എ ഡി എന്താ അറിയില്ല അല്ലേ, ഇവിടുന്ന് വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇല്ല. അപ്പോൾ എ ഡി എന്ത് ചെയ്യുക, അതേപോലെ തന്നെ എഴുതാം. പ്ലസ് എ സി സ്ക്വയർ, എ സി പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ സൈഡ് എന്താണ് ക്യൂ ആണ്. ഇപ്പോൾ പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പാരലലോഗ്രാം ആണെങ്കിൽ ഈ സൈഡും തുല്യവും പാരലലല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ക്യൂ ആണെങ്കിൽ ഇത് എ സി എന്ത് തന്നെ ആയിരിക്കും ക്യൂ. അപ്പം ക്യൂ സ്ക്വയർ. ഇത്രയും സിമ്പിളായിട്ട് ഇക്വേഷൻ മാറി. ആർ സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2p ഇൻറ്റു എ ഡി പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പോൾ ഇതിൽ അറിയാത്തൊരു ടേം ഉണ്ട്, ഏതാണ് എ ഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ എ ഡിക്ക് വാല്യൂ കിട്ടണം. അപ്പോൾ എ ഡി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ ചെറിയ ട്രയാങ്കിൾ ഉണ്ടല്ലേ എ സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിൾ എ സി ഡി. അപ്പോൾ ട്രയാങ്കിൾ എ സി ഡി ഏത് ട്രയാങ്കിളാണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്, മട്ടത്രികോണാണ്. അപ്പോൾ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് വരാം, അങ്ങനെ എഴുതാം. അപ്പോൾ അതേപോലെ തന്നെ കോസ് തീറ്റ സൈൻ തീറ്റ വാല്യൂ ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഈ ആംഗിൾ തീറ്റ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ആ ആംഗിൾ തീറ്റ ആണെങ്കിൽ അതേ ചെരിവല്ലേ പഠിക്കും, കാരണം പാരലലല്ലേ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും തീറ്റ. മനസ്സിലായോ? അതായത് ഇത് പാരലാണ്, ഇതേ ചെരിവ് തന്നെ ആയിരിക്കും എ സിക്കും. ഓക്കെ, അപ്പോൾ ഇതേ ആംഗിൾ തന്നെ ആവും എവിടെയും ഇവിടെയും. അപ്പോൾ ഇത് നോക്കിക്കോളൂ, തീറ്റേൻ്റെ ഏത് സൈഡാണിത്, അഡ്ജസൻറ്റ് സൈഡാണ്. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് വരണമെങ്കിൽ സൈൻ തീറ്റയാണോ കോസ് തീറ്റയാണോ എടുക്കുക, കോസ് തീറ്റ. കോസ് തീറ്റ ഈക്വൽ ടു എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ് അല്ലേ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. ഫ്രം ട്രയാങ്കിൾ എ സി ഡി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ എഴുതാം, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ്, ദാറ്റ് ഈസ് എ ഡി ഡിവൈഡഡ് ബൈ എ സി. ഈ എ സി എന്തിന് ഈക്വലാണ്, ക്യൂവിന് ഈക്വലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താ എഴുതിയാൽ മതി, എ ഡി ബൈ ക്യൂ. ദെൻ എ ഡി ഈസ് ഈക്വൽ ടു എന്താ എഴുതാം, ക്യൂ നേരം ഇങ്ങോട്ടും വരും അല്ലേ. എ ഡി ഈക്വൽ ടു ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാൽ മതി. അപ്പോൾ എ ഡി ഈക്വൽ ടു താഴെയുള്ള നേരം മൂല്യം. അപ്പോൾ എ ഡി ഈക്വൽ ടു ക്യൂ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഡിക്ക് വാല്യൂ കിട്ടിയില്ല, എ ഡിക്ക് വാല്യൂ എന്ത് കൊടുക്കുക, ക്യൂ കോസ് തീറ്റ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്താ എഴുതാം, പി സ്ക്വയർ പ്ലസ് 2p ക്യൂ കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, എന്താണ് ആർ സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2p ക്യൂ കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. കാരണം ഈ എ ഡിക്ക് വാല്യൂ എന്ത് കൊടുക്കുക, ക്യൂ കോസ് തീറ്റ എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇത് സൈഡിൽ എഴുതിയിടണം എങ്ങനെയാണ് എ ഡിക്ക് ക്യൂ കോസ് തീറ്റ എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ആർ ഈസ് ഈക്വൽ ടു ഇത് ആർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും, റൂട്ട് അങ്ങോട്ട് കൊടുക്കുക. റൂട്ട് ഓഫ് എന്ത് വരും, പി സ്ക്വയർ പ്ലസ് 2p ക്യൂ കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പോൾ ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, പി സ്ക്വയർ പ്ലസ് 2p ക്യൂ കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞു അല്ലേ. ദെൻ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും, ആർ സ്ക്വയർ ആണത്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, ഇതിനെ റൂട്ടിലാണ് ഇടുക. അപ്പോൾ അവിടെ എന്താവും, ആർ ഈക്വൽ ടു എന്നാവും. ഓക്കെ, സ്ക്വയർ പോവാൻ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും, പി സ്ക്വയർ പ്ലസ് 2p ക്യൂ കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ആറ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഏത് കാണാനുള്ള ഇക്വേഷനാണ്, ആറ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2p ക്യൂ കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പോൾ പിയും ക്യൂ എന്താ, രണ്ട് ഫോൾസ് ആണ്. പി ആൻഡ് ക്യൂ ആർ ടു ഫോൾസസ്. തീറ്റ എന്താ, അവയ്ക്കിടയിലുള്ള ആംഗിളാണ്. ഓക്കെ, ദെൻ ആർ എന്താ, അവയുടെ റിസൾട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണേണ്ട എന്താ, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയത് എന്താണ്, ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. എന്താണ്, മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ടുള്ളൂ.
അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, നമുക്ക് എന്തും കൂടി കാണണം. മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടാൽ മതിയോ? അല്ല, ഡയറക്ഷൻ കൂടി കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഡയറക്ഷൻ കാണും നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ എന്താ കണ്ടത് പറയാം, എന്താ മാഗ്നിറ്റ്യൂഡ് ആണല്ലേ. മാഗ്നിറ്റ്യൂഡ് കണ്ടു. ഇനി എന്തും കൂടി കാണണം, ഡയറക്ഷൻ കാണണം എന്നാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ടുള്ളൂ. മാഗ്നിറ്റ്യൂഡ് മാത്രം പോലെ എന്തും കൂടി കാണണം, ഡയറക്ഷനും കൂടി കാണണം. എന്തും കൂടി കാണണം, ഡയറക്ഷനും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ കാണണമെങ്കിൽ അപ്പോൾ നിങ്ങൾ പിക്ചർ നോക്കുക. ആറിൻ്റെ ഡയറക്ഷനാണ് കാണേണ്ടത്, റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനല്ലേ കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കി, ആറ് ഇങ്ങോട്ടോ താഴോട്ടോ മാറുന്നതിനനുസരിച്ച് ഈ ആംഗിൾ ഇങ്ങനെ മാറും അല്ലേ. അപ്പോൾ ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് നിശ്ചയിക്കുന്നത്? ആൽഫയാണ്. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഡയറക്ഷൻ കാണണമെങ്കിൽ ആൽഫ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആൽഫ കാണാൻ നേരത്തെ എടുത്ത മാതിരി നമ്മൾ ആ വലിയ ട്രയാങ്കിൾ തന്നെ എടുക്കാം. ആദ്യം എടുത്ത് ട്രയാങ്കിൾ ഏതാണ്? OCD. ഏതെടുക്കുന്നത്? ട്രയാങ്കിൾ OCD. അപ്പോൾ ട്രയാങ്കിൾ OCDന്ന് നമുക്ക് ഇവിടുന്ന് എഴുതുന്ന നോക്കിക്കോളൂ. ടാൻ ആൽഫ ഏതാണ്? സൈനും കോസും എന്നല്ല, ടാൻ ആൽഫ ഈക്വൽ ടു, ടാൻ എങ്ങനെ കാണാം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ആൽഫ. റൈറ്റ് ആംഗിൾ ആണ് എടുക്കേണ്ടത്, ക്യൂ എടുക്കരുത്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ CD ആണ്, അതായത് റൈറ്റ് ആംഗിൾ തന്നെ എടുക്കണം. അപ്പോൾ ഏതാ വരിക? CD. ഓക്കെ, അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു എന്താ എഴുതാം? CD ഡിവൈഡഡ് ബൈ OD അല്ലേ. CD ഡിവൈഡഡ് ബൈ OD. OD പറഞ്ഞാൽ എന്താ? OA പ്ലസ് AD ആണ് അല്ലേ. OA പ്ലസ് AD. അപ്പോൾ ഒരു വട്ടം എഴുതാം, ടാൻ ആൽഫ ഈക്വൽ ടു CD ഡിവൈഡഡ് ബൈ OD. ദെൻ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? CD ഡിവൈഡഡ് ബൈ ODക്ക് പകരം എന്താ എഴുതാം? OA പ്ലസ് AD എന്ന് എഴുതാം. OA പ്ലസ് AD. ഇനി OA എന്ന് പറഞ്ഞാൽ എന്താ? P ആണ്. AD പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. AD പറഞ്ഞാൽ എന്തായിരുന്നു? Q കോസ് തീറ്റ എന്നായിരുന്നു അല്ലേ. AD എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടതാണ്. എന്താണ് AD പറഞ്ഞാൽ? Q കോസ് തീറ്റ. അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? CD ഡിവൈഡഡ് ബൈ OAക്ക് പകരം എന്താ എഴുതുന്നു? P പ്ലസ് ADക്ക് പകരം എന്താ എഴുതുന്നു? Q കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടു വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അറിയാത്തൊരു കാര്യം ഏതാണ്? CD എന്നുള്ളതാണ്. അപ്പോൾ CDൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നേരത്തെ കണ്ടാൽ മതി, ഈ ചെറിയ ട്രയാങ്കിൾ ഉണ്ടല്ലേ, അവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഇല്ലേ, ഏതാണ്? ACD. ട്രയാങ്കിൾ ACD. അപ്പോൾ ഈ ട്രയാങ്കിൾ ACDൻ്റെ തീറ്റയുടെ ഏത് സൈഡാണ് CD? തീറ്റയുടെ ഏത് സൈഡാണ്? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ എടുക്കുക? സൈൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് വരണമെങ്കിൽ എന്ത് വരണം? സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാ? CD. CD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ് ഏതാ? AC അല്ലേ. AC. അപ്പോൾ CD ഡിവൈഡഡ് ബൈ AC. AC പറഞ്ഞാൽ എന്താ? Q. ഇനി നേരിട്ട് എഴുതിയാൽ മതി, നിങ്ങൾക്ക് അറിയാം. AC പറഞ്ഞാൽ എന്താ? ഓക്കെ, AC പറഞ്ഞാൽ എന്താ? Q. അപ്പോൾ CD സൈൻ തീറ്റ ഈക്വൽ ടു എന്താ എഴുതാം? CD ഡിവൈഡഡ് ബൈ Q. ദെൻ CD ഈക്വൽ ടു, ഇനി Q നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് വരും? Q സൈൻ തീറ്റ. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് Q നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ CD ഈക്വൽ ടു എന്ത് വരും? CD ഈക്വൽ ടു Q സൈൻ തീറ്റ. ആ വാല്യൂ അവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് വരും? CDക്ക് വരെ എന്താ കൊടുക്കുക? Q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ P പ്ലസ് Q കോസ് തീറ്റ. ഓക്കെ, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു Q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ്? P പ്ലസ് Q കോസ് തീറ്റ. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു എന്താണ്? Q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ P പ്ലസ് Q കോസ് തീറ്റ. അപ്പോൾ നമുക്ക് ആൽഫയാണ് കാണേണ്ടത്, ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു, അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു ഇതാണെങ്കിൽ ആൽഫ ഈക്വൽ ടു കാണാൻ ടാൻ ഇൻവേഴ്സ് ഇടുക, അതായത് ഈ ടാൻ്റെ ഇൻവേഴ്സ് ഇടുക. അപ്പം ഇനി ഇവിടെ ടാൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ടാൻ ഇപ്പോൾ സൈൻ ആൽഫ ആണെങ്കിൽ ആംഗിൾ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? സൈൻ ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ ഏതാണ്? ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ബാക്കി ഏതാ?
ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് വരും പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇതെന്ത് കാണാനുള്ള ഇക്വേഷനാണ്? ആൽഫ. ഓക്കെ, നമ്മൾ ആർ കാണാനുള്ള ഇക്വേഷൻ ആദ്യം ഡിറൈവ് ചെയ്തിരുന്നു. ആർ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? പി റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, പി സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq പിന്നെന്താണ് കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. ഇതാണ് ആൽഫ. അപ്പോൾ ഇതെന്തായിരുന്നു? ഇതതിൻ്റെ എന്താണ്? മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, എന്താണ്? മാഗ്നിറ്റ്യൂഡ്. ഇതെന്താണ്? ഡയറക്ഷനാണ്. ഓക്കെ, എന്താണ്? ഡയറക്ഷൻ. എന്തിൻ്റെ? റിസൾട്ടൻ്റ്. അപ്പോൾ ആറെന്ന് കാണുമ്പോൾ രണ്ടും റിസൾട്ടൻ്റ് ആയി എന്ന് വിചാരിക്കരുത്. ആർ ഈക്വൽ ടു ഇങ്ങനെ എഴുതുമ്പോൾ ആറിൻ്റെ എന്ത് മാത്രമായിട്ടുള്ളൂ? മാഗ്നിറ്റ്യൂഡ്. ഇത് തന്നെ ആറിൻ്റെ എന്താണ്? ഡയറക്ഷനാണ്. ഓക്കെ, ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ് ആണ്. ഏത് വെച്ചിട്ട്? പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് വെച്ചിട്ട് അല്ലേ? അതായത് ഇഫ് ടു ഫോഴ്സസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ദെൻ ദ ഡയഗണൽ റെപ്രസെൻറ്റ്സ് ദെയർ റിസൾട്ടൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പിയും ക്യൂവും രണ്ട് ഫോഴ്സ് ആക്കി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ആർ എന്താണ്? അവയുടെ റിസൾട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഡയറക്ഷനും കാണണം, മാഗ്നിറ്റ്യൂഡും കാണണം. അപ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്തായിട്ട് എടുക്കുക? തീറ്റ. പിൻ്റെയും ആറിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്താക്കി എടുക്കുക? ആൽഫ. പിന്നെ എന്ത് ചെയ്യും? അതിങ്ങനെ നീട്ടി വരച്ചിട്ട് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു നോർമൽ ഇങ്ങോട്ട് സി ഡി എന്നുള്ള നോർമൽ വരയ്ക്കും. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി കിട്ടും. ബാക്കി നമ്മൾ ചെയ്യുന്ന മുഴുവൻ ഈ പിക്ചറിൽ നിന്നാണ്. ആദ്യം നമ്മൾ ഈ വലിയ ട്രയാങ്കിൾ എടുക്കുന്നു. എന്നിട്ട് ഒ സി സ്ക്വയർ ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഓക്കെ, ദെൻ ഒ ഡിക്ക് പകരം ഒ എ ആൻഡ് എ ഡി, ഒ എ പ്ലസ് എ ഡി എന്ന് എടുക്കുന്നു. പിന്നെ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അതിൽ നമുക്ക് എ ഡി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഈ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഡി ഈക്വൽ ടു എന്ത് വരും? ക്യൂ കോസ് തീറ്റ എന്നുള്ള കിട്ടും. അങ്ങനെയാണ് നമുക്ക് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ വരുന്നത്. അത് എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇനി അതിൻ്റെ ഡയറക്ഷൻ കാണാം. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ഇവിടെ മാറുന്നത് ഏതാണ്? ആൽഫയാണ്. അപ്പോൾ ആൽഫയാണ് എന്ത്? ആറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആൽഫ കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാൻ ആൽഫ കാണും അല്ലേ? ടാൻ ആൽഫ വലിയ ട്രയാങ്കിൾ തന്നെ എടുക്കുന്നു. ട്രയാങ്കിൾ ഒ സി ഡി. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു എന്ത് വരും? സി ഡി ബൈ ഒ ഡി, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഒ ഡി പറഞ്ഞാൽ നമുക്കറിയാം ഒ എ പ്ലസ് എ ഡി ആണ്. അപ്പോൾ ഒ എ പ്ലസ് എ ഡി. ഒ എ പറഞ്ഞാൽ എന്താ? പി. എ ഡി പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ കണ്ടുവച്ചതാണ്. എന്താ? ക്യൂ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യം ഏതാണ്? സി ഡി. അപ്പോൾ സി ഡി കാണണമെങ്കിൽ വീണ്ടും നമ്മൾ ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കുന്നു. ട്രയാങ്കിൾ എ സി ഡി. അതിന് എന്ത് ചെയ്യാം? സി ഡി വരണമെങ്കിൽ തീറ്റേൻ്റെ എതിർ വശം വരണം. അപ്പോൾ എതിർ വശം വരണമെങ്കിൽ എന്ത് വാല്യൂ എടുക്കണം? സൈൻ തീറ്റ എടുക്കണം. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു എന്ത് എഴുതാം? സി ഡി ബൈ ക്യൂ അല്ലേ? ഇത് ക്യൂ ആണ്. സി ഡി ബൈ എ സി എന്നാണ് വരിക. എ സിക്ക് പകരം എന്ത് എഴുതാം? ക്യൂ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സി ഡി ഈക്വൽ ടു എന്ത് എഴുതാം? ക്യൂ സൈൻ തീറ്റ. ക്യൂ നേരെ കണ്ടു വരും. അപ്പോൾ നമുക്ക് ഇവിടെ സി ഡിക്ക് പകരം എന്ത് കൊടുക്കുക? ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു ആണ് എന്ത്? ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ദെൻ ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, അതതിൻ്റെ എന്താണ്? ഡയറക്ഷനാണ്. ഇപ്പം എന്തായി? റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡുമായി ഡയറക്ഷനായി. അപ്പോൾ ശ്രദ്ധിക്കണം, ഡെറിവേഷനാണ്. അപ്പോൾ സ്റ്റെപ്പായിട്ട് തന്നെ നോട്ടിൽ എഴുതണം. ഓക്കെ, ആദ്യം മുതൽ പറഞ്ഞെന്ന കാര്യങ്ങൾ ആദ്യം ഇങ്ങനെ എഴുതണം. പിന്നെയാണ് നമ്മൾ എന്തെഴുതാൻ പാടുള്ളൂ? ഡയറക്ഷൻ കാണാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ഇത് മാഗ്നിറ്റ്യൂഡുമാണ്, ഇതെന്താണ്? ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇനി എന്ത് ചെയ്യും? ഇതിൻ്റെ പ്രോബ്ലം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇക്വേഷൻ മനസ്സിലാവും, എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് എന്തായിട്ട് ചോദിക്കും? എസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ്. ഓക്കെ, താങ്ക് യു.